നമസ്കാരം. അടി, ഇടി, വെടി, അതാണ് മലയാള സിനിമ. അതാണ് എന്ന് പറയുന്നതിനേക്കാൾ അതായിരുന്നു മലയാള സിനിമ. സിനിമയ്ക്കുള്ളിലെ സിനിമ തെരഞ്ഞു പോയാലും പണ്ടൊക്കെ അടിയും ഇടിയും വെടിയും കൂടെ ബലാത്സംഗവും അവിടെ നിർബന്ധമായിരുന്നു. പണ്ടൊക്കെ ഞാൻ എൻ്റെ ഒരു 24 വയസ്സിലൊക്കെ സിനിമ കഥകൾ പറയാൻ നിർമ്മാതാക്കളുടെ അടുത്തും സംവിധായകരുടെ അടുത്തും ഒക്കെ പോയിട്ടുണ്ട്. നമ്മൾ വളരെ സർഗാത്മകമായ വ്യത്യസ്തമെന്ന് നമുക്ക് തോന്നുന്ന കഥകൾ അവരോട് പറയുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവർ ചോദിക്കും, എത്ര ഫൈറ്റ് ഉണ്ട്? 6 ഒരു 8 ഫൈറ്റ് ഉണ്ടാവും. റേപ്പ് ഉണ്ടോ? എത്ര റേപ്പ് ഉണ്ടാവും? ഒരു 2-3 റേപ്പ് ഉണ്ടാവും. ശരി, നോക്കാം. ഇത്രയും പറഞ്ഞ ശേഷമേ അവർ കഥ കേൾക്കൂ. അപ്പോൾ ഇതൊക്കെ ഈ ഫോർമുലകൾ അവർക്ക് വേണം. അത് ആ ഒരു കാലമായിരുന്നു. കാലം മാറി, കഥകൾ മാറി. പുതിയ ന്യൂ ജനറേഷൻ സിനിമകളുടെ കാലത്തേക്ക് വന്നപ്പോൾ ഇവരുടെ ബ്രഹ്മാണ്ഡ സെറ്റുകളും ആഡംബര വീടുകളും ഒന്നുമല്ലാതായി മാറി സിനിമ. യഥാതഥമായ വളരെ വരണ്ടതും അരണ്ടതുമായ അന്തരീക്ഷങ്ങളിൽ പോലും സിനിമകൾ ചിത്രീകരിക്കാൻ തുടങ്ങി. മുഷിഞ്ഞ വേഷമിട്ട, നരച്ച വേഷങ്ങളിട്ട, അത്തരം വസ്ത്രങ്ങളിട്ട അഭിനേതാക്കൾ, കഥാപാത്രങ്ങൾ, നടിയും നടനും ഒക്കെ പുതിയ കാലത്തെ സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. പഴയതുപോലെ 80കളിലൊക്കെ സിനിമയിലെ പോലെ അലക്കി തേച്ച് ഇസ്തിരിയിട്ട ആ വസ്ത്രങ്ങളിട്ട നല്ല മിനുങ്ങി നിൽക്കുന്ന നായികയും നായകനുമൊന്നുമല്ല. മമ്മൂട്ടിയും ഒരു കുട്ടിയും ഒരു വെട്ടിയും ഉണ്ടെങ്കിൽ സിനിമയായിരുന്നു എന്ന് പറഞ്ഞൊരു കാലവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലമൊക്കെ പിന്നിട്ട് ഈ കാലത്തേക്ക് വന്നപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിൽ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. നടിയെ ഒരു നടൻ്റെ കൊട്ടേഷൻ പ്രകാരം ഒരു ഡ്രൈവറും ഗുണ്ടയും ചേർന്ന്, ഡ്രൈവർ ഗുണ്ട തന്നെ, അത്തരം ആളുകൾ ചേർന്ന് ഒരു വാഹനത്തിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടത് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് കേസ്. ശ്രമിക്കുകയല്ല, വീഡിയോ ചിത്രീകരിക്കുക തന്നെ ചെയ്തു. പക്ഷെ ആ നടി ബഹുദൂരം ധീരമായി മുന്നോട്ട് പോയി ഒരു പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചു. ഒരിക്കലും അങ്ങനെ ചെയ്യിക്കാൻ ശ്രമിച്ചവരാരും അങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് മലയാള സിനിമയിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. WCC എന്ന സംഘടന, വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സ്ത്രീകളുടെ കൂട്ടായ്മ, അവരാണ് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയത്. സിനിമയിലെ സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ ഉണ്ടാകണം, നടപടികൾ ഉണ്ടാകണം എന്നൊക്കെ ആവശ്യങ്ങൾ ഉയർന്നപ്പോൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടുകൊണ്ട്, മുഖ്യമന്ത്രിയെ കണ്ടാണ് WCCയുടെ പ്രവർത്തകർ ഇങ്ങനെ ഒരു പരാതിയുമായി സമീപിക്കുന്നത്, പരാതി നൽകുന്നത്. മുഖ്യമന്ത്രി നടപടിയെടുത്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരാണ് ആ നടപടി എടുക്കുന്നത്. അങ്ങനെയാണ് ഹേമ കമ്മിറ്റി ഉണ്ടാകുന്നത്. ഹേമ കമ്മിറ്റി ഒട്ടേറെ പേരിൽ നിന്നും മൊഴിയെടുത്തു, അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നതിന് മുമ്പ് പുറത്തറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അടിയും ഇടിയും വെടിയും. ഇതൊക്കെ പണ്ടേ ഉണ്ട്, തെക്കൃഷിക്കാലം മുതലേ ഉണ്ട്. തെക്കൃഷിക്കാലം എന്ന് ഞാൻ പ്രത്യേകം ബോധപൂർവം എടുത്തു പറഞ്ഞതാണ്. ആ ഒരു പഴയ കാലത്ത് മുതൽ ഉള്ള ഒന്ന്. അതിപ്പോൾ തമിഴ് സിനിമയിലും തെലുങ്കിലുമൊക്കെ ഉള്ള ഒരു കാര്യം. അതാണിപ്പോൾ കണ്ടെത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ്? മലയാള സിനിമയിൽ എന്തെങ്കിലുമൊക്കെ മക്കളെ ആക്കി തീർക്കണം എന്ന് ആഗ്രഹിച്ച് ഇറങ്ങിത്തിരിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. അത് മകനെയും കൊണ്ട് ഇറങ്ങുന്നവരുണ്ട്, മകളെയും കൊണ്ട് ഇറങ്ങുന്നവരുണ്ട്.
താരമാതാക്കൾ ആയി മാറുന്ന, പിൽക്കാലത്ത് മാറുന്ന കുറേ അമ്മമാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചവരാണ്. അവർ മക്കളെ അഭിനേത്രികളാക്കാൻ, പിന്നീട് താരങ്ങളാക്കി മാറ്റാൻ എന്തിനും തയ്യാറായി ഇറങ്ങുകയാണ്. മകൾ എന്തിനും റെഡിയാണ് എന്ന് ഇവർ തന്നെ, ഈ അമ്മമാർ തന്നെ പലപ്പോഴും ഈ നിർമ്മാതാക്കളെയും സംവിധായകരെയും നേരിട്ട് കണ്ടു പറയും. ചിലപ്പോൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് പറയും. അതാണ് സത്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭ്രമാത്മക ലോകത്തിലേക്ക് ഇവർ ആകർഷിക്കപ്പെടുകയാണ്. അങ്ങനെ വരുന്നവരാണ്. നല്ല കഴിവുള്ള ഒരു അഭിനേത്രിക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. കാരണം അവർ അവരുടെ കഴിവ് തെളിയിച്ചതാണ്. പക്ഷെ കഴിവ് തെളിയിക്കാൻ അവസരം കിട്ടണ്ടേ? അപ്പോൾ അതിന് ഈ പറഞ്ഞ കോംപ്രമൈസുകൾ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണല്ലോ സിനിമയിലെ വാക്ക്, അത് വേണ്ടി വരുന്നു. അതിനവർ തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ഈ സമൂഹത്തിൽ സിനിമയും അതിൽ അധിഷ്ഠിതമാണ്. തീർച്ചയായും ഇത്തരത്തിൽ വരുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ ഒക്കെ ആ രീതിയിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. കോടികൾ ചെലവാക്കിയാണ് ഒരു സിനിമ പുറത്തു കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമകളിൽ ഏതാണ്ട് 10ഓളം സിനിമകൾ മാത്രമാണ് സാമ്പത്തിക വിജയം നേടിയത് എന്നോർക്കണം. അപ്പം അത്തരത്തിൽ വലിയ റിസ്ക് എടുത്തുകൊണ്ട് സിനിമ ചെയ്യാൻ വരുന്ന സിനിമ നിർമ്മാതാക്കൾ ഉണ്ട്. പലപ്പോഴും സംവിധായകരോ ഈ പറഞ്ഞ താരങ്ങളോ ഒക്കെ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കൂടി ഭാഗമായി മാറാറുമുണ്ട്. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇങ്ങനെ മക്കളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് വലിയ നിലയിലേക്ക് എത്തിക്കുകയും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പിന്നീട് ഇവരൊക്കെ ചന്തയിൽ തലയണ കെട്ടിവെച്ച് ഇങ്ങനെ പ്രദർശിപ്പിച്ച് ഉദ്ഘാടകയാക്കി മാറ്റും. ഓരോ ഉദ്ഘാടനത്തിനും ലക്ഷങ്ങൾ വാങ്ങാം. സിനിമയിൽ അവസരം കുറഞ്ഞാലും ഇങ്ങനെ ഇറങ്ങിത്തിരിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചും പണമുണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു തിരുത്തലുകൾ, ഒരു സർക്കാർ ഇടപെടലുകളോടെ നടത്താൻ കഴിയുക എന്നത് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇത് രാവിലെ 10 മണിക്ക് ഒരു ഓഫീസ് തുറക്കുന്നത് പോലെ തുറക്കുകയും എന്നിട്ട് കൃത്യം 5 മണിക്ക് ഓഫീസ് അടയ്ക്കുന്നത് പോലെ അടയ്ക്കുകയും ചെയ്യുന്ന ഒരു പണിയല്ല. അത്തരമൊരു തൊഴിൽ മേഖലയല്ല. ചിലപ്പോൾ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യും, ചേരിയിൽ ഷൂട്ട് ചെയ്യും, വയലേലകളിൽ ഷൂട്ട് ചെയ്യും. അങ്ങനെ പല തരത്തിൽ പല സ്ഥലത്തൊക്കെ ചിത്രീകരണം വേണ്ടിവരും. അവിടെയൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ പണ്ട് കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കാരവൻ പോലെയുള്ള സംഭവങ്ങൾ വന്നത്. ഇപ്പോൾ ചെറുകിട സിനിമകൾ ചെയ്യുന്നവർ ഈ കാരവനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും? പറ്റില്ല. അങ്ങനെ സ്വതന്ത്ര സിനിമകളൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ഒരു തൊഴിൽ, ഒരു സംരംഭം ആരംഭിക്കണമെങ്കിൽ അതിന് രജിസ്ട്രേഷൻ വേണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയും. പക്ഷേ സർക്കാരിൻ്റെ ഒരു ബോഡിയിലും ഒരു സിനിമ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സിനിമ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? സിനിമ രജിസ്റ്റർ ചെയ്യേണ്ടത് സിനിമാ മുതലാളി സംഘടനയിലാണ്. സിനിമാ മുതലാളി സംഘടന എന്ന് പറയുമ്പോൾ ഒരു ബാനർ ആദ്യം രജിസ്റ്റർ ചെയ്യേണ്ടി വരും ഫിലിം ചേംബറിൽ. അതിന് ലക്ഷങ്ങൾ ചിലവാണ്. പിന്നെ പ്രൊഡ്യൂസർമാരുടെ സംഘടന, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്വം എടുക്കണം. അതിനും ഒരു നിർമ്മാതാവ് ലക്ഷങ്ങൾ ചിലവഴിക്കണം. അപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിന് ഉള്ള രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ സ്വകാര്യ സിനിമാ മുതലാളി സംഘടനയിലാണ്. അതല്ലാതെ സർക്കാരിൻ്റെ ഒരു ബോഡിയിലുമല്ല. സർക്കാരിന് ഇതൊക്കെ ഉണ്ടോ? ഈ സംവിധാനങ്ങളുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനുണ്ട്. സബ്സിഡി ആവശ്യമുള്ളവൻ അവിടെ അപേക്ഷ നൽകുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു കോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഞാനൊക്കെ സിനിമ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. ഞാനത് പൂരിപ്പിക്കാൻ തയ്യാറായില്ല, അതിനെ നിഷേധിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം, സർക്കാരിൻ്റെ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്ന സംവിധാനം നിർബന്ധമായും ഏർപ്പെടുത്തേണ്ടതല്ലേ? KSFDC മാത്രമല്ലല്ലോ, ചലച്ചിത്ര അക്കാഡമിയുണ്ട്. അക്കാഡമികൾ സിനിമയെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള, ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ അതിലെവിടെയെങ്കിലും
ഒരു സിനിമ ചെയ്യുന്നവർ സിനിമ രജിസ്റ്റർ ചെയ്യണം എന്ന നിർബന്ധം കൊണ്ടുവരാവുന്നതാണ്. അതല്ലാതെ ഈ സിനിമാ മുതലാളി സംഘടനകളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയും അവർ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നു. അതിൽ സർക്കാർ ഇടപെടണം. ഇടപെടാതെ അറച്ചു നിൽക്കുന്നതാണ് പ്രശ്നം. അങ്ങനെ ഇടപെടാതിരിക്കുന്നതിന് കാരണം ഇവരെയൊക്കെ താരാരാധനയോടെ കണ്ട് തൊഴുതു നിൽക്കുന്ന ഒരു രീതി നമ്മുടെ സർക്കാരുകൾക്കുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട്. പണ്ടുള്ള നേതാക്കളൊന്നും അങ്ങനെ ആയിരുന്നില്ല. കാരണം KSFDCയുടെ ചെയർമാനായി പി ഗോവിന്ദപിള്ളയെ പോലെ ഒരാൾ ഇരുന്ന സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ അത്തരത്തിലൊരാളെ ഇരുത്താൻ ഇവർ തയ്യാറാവില്ലല്ലോ. രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പാർലമെന്റ് അംഗം, നല്ല ഭരണം അദ്ദേഹം KSFDCയുടെ നേതൃത്വത്തിൽ ഇരുന്ന് നടത്തിയ ആളാണ്. സഖാവ് പി ഗോവിന്ദപിള്ള സിനിമയെ, ലോക സിനിമയെ തന്നെ അറിയുന്ന ആളായിരുന്നു. അദ്ദേഹമൊക്കെ അവിടെ ഇരുന്നിട്ടുള്ളവരാണ്. അങ്ങനെ രാഷ്ട്രീയക്കാരെ ഇരുത്താൻ ചിലപ്പോൾ ധൈര്യം കാണിക്കില്ല. പകരം കച്ചവട സിനിമക്കാരെ കൊണ്ടുവന്ന് KSFDCയിലും അതുപോലെ ചലച്ചിത്ര അക്കാദമിയിലും ഒക്കെ ഇരുത്തി തകർക്കുന്ന, അത് ഇല്ലാതാക്കുന്ന രീതിയാണ്. ഇതൊക്കെ ഒരു അലങ്കാരമായി ഈ അക്കാദമി അംഗങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ ബന്ധപ്പെട്ട ഭരണാധികാരികൾ ചെയ്യുന്നത്. അതിനാണ് ആദ്യം മാറ്റം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ സർക്കാരിൻ്റെ ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സിനിമ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അതിന് നിയന്ത്രണങ്ങളും അതിൽ ഇടപെടലും ഒക്കെ ഉണ്ടാക്കാൻ സർക്കാരിന് കഴിയും. അങ്ങനെ വന്നാൽ കുറേയേറെ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അടിയും ഇടിയും വെടിയും ബലാത്സംഗങ്ങളും എല്ലാം കുറയും. എന്തായാലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് നല്ല ചാകര കിട്ടിയ മട്ടാണ്. കാരണം കുറെ കാലമായി, ആഴ്ചകളായി നിരാഹാരം കിടന്ന ഒരാളുടെ മുന്നിൽ ബിരിയാണി കിട്ടിയ അവസ്ഥയിലാണ് മാധ്യമങ്ങൾ. മഞ്ഞപ്പത്രക്കാരൻ്റെ, പഴയകാല അന്തിപ്പത്രക്കാരൻ്റെ ആ ഒരു ആവേശത്തോടെ മാധ്യമങ്ങൾ ഇതിലെ മഞ്ഞവശങ്ങളെടുത്ത് നീലവശങ്ങളെടുത്ത് ആഘോഷിക്കുകയാണ്. അതാണ് ആഘോഷിക്കപ്പെടുന്നത്. തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അത് ഇത്തരത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇത്തരം പീഡനക്കാർ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അവരിലൊരു ഭയം ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. അതുകൊണ്ട് ഇത്തരം വിക്രിയകളിൽ ഏർപ്പെടുന്നവർ ഇനി ഒന്ന് ആലോചിച്ചിട്ട് ഇതിന് ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഒരു ഭയം ഉണ്ടാവും എന്നുറപ്പാണ്. എന്തായാലും അടിയും ഇടിയും വെടിയും ബലാത്സംഗവും ഇല്ലാത്ത ഒരു സിനിമ നമുക്ക് വരും കാലങ്ങളിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം, കണ്ണു തുറന്നിരിക്കാം. നന്ദി, നമസ്കാരം.